അഹമ്മദ്, ഈ നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഈ മുസ്ലിം വിഭാഗങ്ങൾ, സംഘടനകൾ, പണ്ഡിതർ ഒക്കെ ഇത്തവണ മുസ്ലിം സമൂഹം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായിട്ട് പറഞ്ഞിരുന്നു. കാരണം ഒരു ഹിന്ദു ധ്രുവീകരണം അപ്പുറത്ത് വേണ്ട, അതുകൊണ്ട് നമ്മൾ എന്താണെന്നൊന്നും പറയണ്ട, അത് അവർ സമുദായ അംഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന നിലപാടിലാണ് മുസ്ലിം പണ്ഡിതർ, സംഘടനകൾ എന്നൊക്കെ ചർച്ച ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിൽ അജ്മീർ ദർഗയുടെ ദിവാൻ ആചാര്യൻ BJPയെ അനുകൂലിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് അഹമ്മദിന് പറയാം. അതിൻ്റെ കൂടെ കേരളത്തിൽ സമസ്തയുടെ മുക്കം ഉമ്മർ ഫൈസി കഴിഞ്ഞ ദിവസം ഈ LDFനെ, പ്രത്യേകിച്ച് CPMനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നത് വേണ്ടി ഏതായാലും മാധ്യമങ്ങളിൽ വന്നു. പക്ഷെ ഇന്ന് ഉമ്മർ ഫൈസി പറയുന്നത് അങ്ങനെ സമസ്തയുടെ അഭിപ്രായമൊന്നുമല്ല, അത് വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇതൊരു പണ്ഡിത സഭയാണെന്നൊക്കെ പറഞ്ഞിട്ട് സമസ്തയുടെ ഈ അഖിലേന്ത്യാ മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വലിയൊരു കുറിപ്പ് ഇന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് CPM അധികാരത്തിലെത്തിയാൽ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ കാണുന്നതൊക്കെ ഹീനകൃത്യങ്ങളാണ്. ഫാഷിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും മേൽക്കോയ്മ ഇല്ലാതാക്കാൻ വേണ്ടിയാകണം നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത്. പിന്നെ മലപ്പുറത്ത് വിദ്യാർത്ഥികളൊക്കെ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം തന്നെ വർഗീയതയാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുകയുണ്ടായി. പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ മുസ്ലിം വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്രയുമാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ സമസ്തയിലെ ഒരു അഭിപ്രായ ഭിന്നതയുടെ ലക്ഷണമല്ലേ? അതെങ്ങനെയാണ് വോട്ടിൽ പ്രതിഫലിക്കുക? തീർച്ചയായും സാർ. നമ്മൾ ആദ്യം സാർ ചോദിച്ചൊരു ചോദ്യം ദേശീയ തലത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. നോർത്ത് ഇന്ത്യയിലെ പണ്ഡിത സഭകൾ, അത് ദൈവബന്ധിലെ പണ്ഡിത സഭകൾ, അജ്മീറിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സൂഫി സെക്റ്റുകൾ, അവരൊക്കെ തന്നെ കുറെ കൂടി യാഥാർത്ഥ്യബോധം. ഇപ്പോൾ ഡൽഹി ഇമാം, ഈ അജ്മീർ ദർഗയിൽ ഞാൻ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം. അത് പോകേണ്ടതാണ് സാർ. കാരണം ഈ ഒരു വിശ്വമാനവികതയുടെ ദർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ വെച്ചതുപോലെ അതിനെ ഒരു വേദോപനിഷത്തുക്കളുടെ ബേസിലാണല്ലോ ഗുരുദേവൻ വെച്ചത്. ഇത് തന്നെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും ഖാജ മൊയിനുദ്ദീൻ ചിസ്തി, അതാണ് അജ്മീറിലെ ഖാജ, അദ്ദേഹത്തിൻ്റെ ദർഗാ ഷരീഫാണത്. അവിടുത്തെ എന്നും അവരെടുക്കുന്ന നിലപാട് അങ്ങനെയാണ്. അത് എല്ലാ ഇഷ്യൂസിലും അങ്ങനെയാണ്. അവരിപ്പോൾ മാംസാഹാരം വലിയ ഇഷ്യൂ ആയി ഇന്ത്യയിൽ വന്നപ്പോൾ മാംസം കഴിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചവരാണ്. ഒരു മരുഭൂമിയിൽ വേറെ പച്ചപ്പില്ലാത്ത ദേശത്ത് പ്രവാചകനും അനുയായികളും നടന്നപ്പോൾ അവർക്ക് മറ്റു ഗതിയില്ലാഞ്ഞിട്ടാണ് അവർ ജീവികളെ കൊന്നു തിന്നത്. ഈ സസ്യശ്യാമളമായ ഈ ഇന്ത്യയിൽ എന്തിനാണ് മാംസാഹാരം എന്ന് ചോദിച്ചാൽ അത് ആ ഒരു കൾച്ചറുണ്ട് അവർക്ക്. അപ്പോൾ അതിൽ അവർ സ്വീകരിച്ച ഒരു സമീപനം രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, സൂഫികളെ മനസ്സിലാക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് തുടക്കത്തിലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂഫി സമ്മേളനങ്ങൾ നടന്നത് ഡൽഹിയിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടന്നത് മോദി ഗവൺമെൻറ് കാലത്താണ്. സൂഫികളെ KK മുഹമ്മദും ഒരു സൂഫിയാണ്, KK സാർ സൂഫിയാണ്. അപ്പോൾ സൂഫികളെ, അങ്ങനെ സൂഫികൾ എന്ന് പറയുന്നത് ഭാരതീയമായൊരു മഹാകാശത്തിലേക്ക് ഇന്ത്യൻ മുസൽമാനെ ഉയർത്തി ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു കൂട്ടരാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അവർ വലിയ പീഡനം ഏറ്റുവാങ്ങിയവരാണ് കേട്ടോ. ദാരാ ഷിക്കോ അറിയാലോ സാറിന്, ദാരാ ഷിക്കോ അതായിരുന്നു. മൻസൂർ ഹല്ലാജ് അതായിരുന്നു. മൻസൂർ ഹല്ലാജ് ചെയ്ത കുറ്റം എന്താ? നമ്മുടെ ശങ്കരസ്വാമികൾ എന്താ പറഞ്ഞത്? അഹം ബ്രഹ്മാസ്മി. സംസ്കൃതത്തിൽ പറഞ്ഞു, ഞാനാണ് ബ്രഹ്മം, ഞാനാണ് ഈശ്വരൻ.
ഇത് അതേ വാക്യം അറബിയിൽ പറഞ്ഞ മനുഷ്യനാണ് മൻസൂർ ഹല്ലാജ്. ഭീകരമായിട്ട് അനൽ ഹക്ക്, ഞാനാണ് സത്യം തന്നെ അർത്ഥം. അറബിയിലാണെന്നേ ഉള്ളൂ. ഭാഷകൾ കവിയായിരുന്നു, വലിയ കവിയായിരുന്നു. അവർക്കൊക്കെ ഈ ദർശനമുണ്ട്. ജലാലുദ്ദീൻ റൂമിക്ക് ഈ ദർശനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സൂഫികൾക്ക് വേറൊരു ദർശനമുണ്ട്. സൂഫി ദർശനം വലിയ തോതിൽ നമ്മുടെ വേദാന്തവും അദ്വൈതവും ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന, വലിയ അളവിൽ ഒന്നിച്ച് കൊണ്ടുപോകാം. ബഷീർ സൂഫിയാണ്. നമ്മളെ എല്ലാ നല്ല മനുഷ്യരും സൂഫിയാണ്. മൊഹ്യുദ്ദീൻ ഷെയ്ഖ് കേട്ടില്ലേ? ബഗ്ദാദിലെ മൊഹ്യുദ്ദീൻ ഷെയ്ഖ്, മൊഹ്യുദ്ദീൻ മാല അദ്ദേഹത്തെക്കുറിച്ചുള്ള കീർത്തനമാണ്. അദ്ദേഹം ഈ ഷെയ്ഖാണ്, ഈ സൂഫിയാണ്. അപ്പോൾ സൂഫികളുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സെൻ്ററാണ് അജ്മീർ. അജ്മീറിലെ ഷെയ്ഖ് എന്ന് വെച്ചാൽ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ഓർമ്മകൾക്ക് കാവലിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ആചാര്യൻ ഒരു നിലപാട്, ഇപ്പോൾ BJPയെ പിന്തുണക്കുക എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് അന്ന് ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു. അവർക്കൊരു പാരമ്പര്യമുണ്ട്. സൂഫികൾക്കൊരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാരമ്പര്യം, ഈ 3 കൂട്ടരെ നിർബന്ധമായും അംഗീകരിക്കേണ്ടവരാണ് മുസൽമാൻ എന്നൊരു ചിന്തയുണ്ട് സൂഫികൾ. ആരാണ് 3 കൂട്ടർ? അള്ളാഹുവിനെ, പ്രവാചകനെ, ഭരണകൂടത്തെ. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നേർക്കുനേരെ മനുഷ്യനെ രക്ഷിക്കുന്ന ആരാണ്? ഭരണകൂടമാണ്. അൺടിലനൺലെസ് ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഒരു ഭരണകൂടം എന്നെ ഉപദ്രവിക്കാത്ത കാലത്തോളം, എൻ്റെ സാംസ്കാരികവും വിശ്വാസപരവുമായ ജീവിതത്തെ അപായപ്പെടുത്താത്ത കാലത്തോളം എനിക്ക് ദൈവത്തെപ്പോലെ പ്രവാചകനെപ്പോലെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എൻ്റെ ഭരണകൂടം. അതൊരു സൂഫി കൺസെപ്റ്റാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം നരേന്ദ്രമോദിയുടെ കാലത്ത് സൂഫികളെ വിശ്വാസത്തിലെടുക്കുകയും സൂഫികൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുകയും സൂഫി സ്ഥാപനങ്ങൾക്ക് വലിയ അംഗീകാരം കൊടുക്കുകയൊക്കെ ചെയ്ത നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചു വന്നപ്പോൾ ആയിരിക്കണം ആ നിലപാടെടുത്തത്. അതാണ് അവിടുത്തെ. രണ്ടാമത് മറ്റൊരു ടാക്റ്റിക്കലായിട്ടുള്ള നിലപാടാണ്. മുസ്ലിങ്ങളിപ്പോൾ ഇന്ന പാർട്ടിക്കോ അങ്ങനെ ഉണ്ടായിരുന്നു. ഡൽഹി ഇമാമിനെ കൊണ്ട് ഇന്ദിരാഗാന്ധി ഇങ്ങനെ കുരങ്ങ് ചാടിച്ചിരുന്നു, കുരങ്ങ് കളിപ്പിച്ചിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിൽ VP സിംഗ് മാറി ഇപ്പോൾ ഓരോ ഇലക്ഷൻ്റെയും തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ഈ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ സാറിനറിയാം, ലോകമെങ്ങുമുള്ള മനുഷ്യർ, ഇന്ത്യ കാണാൻ വരുന്ന മനുഷ്യർ മുഴുവനും മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ആ പ്രാർത്ഥന കാണാനെങ്കിലും വരും. അപ്പോൾ അവിടുത്തെ ഈ ഡൽഹി ഒരു പള്ളിയിലെ മൊല്ലാക്കാൻ്റെ സ്ഥാനമേ ഉള്ളൂ അത്, പക്ഷേ അതൊരു പദവിയാണ്, ലോകത്ത് വലിയ വാർത്ത. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയും, ഈ തെരഞ്ഞെടുപ്പിൽ VP സിംഗിന് വോട്ട് ചെയ്യണം എന്നങ്ങനെ ആഹ്വാനം കൊടുക്കുമായിരുന്നു. ആ കളി അവസാനിപ്പിച്ചു. ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്, മേലാൽ നിങ്ങളെ പണിയെടുത്താൽ മതി, പള്ളിയിൽ വരുന്ന വിശ്വാസികളോട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ആ കളി അവസാനിക്കുകയും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന ഡൽഹി ഇപ്പോൾ ദൈവബന്ധ് പണ്ഡിതന്മാരുൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത്, നമ്മളൊന്നും പറയണ്ട, ഇനി പറഞ്ഞിട്ടൊരു പോളറൈസേഷൻ ഉണ്ടാക്കണ്ട. മുസ്ലിം വോട്ടുകൾ ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കി ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എതിരായിട്ട് ചെയ്യാൻ പോകണ്ട. ആ ഒരു ടാക്റ്റിക്കൽ നിലപാടാണ്. മറ്റേത് സത്യസന്ധമായ നിലപാടാണ്. അത് വിശ്വാസപര. അജ്മീറിലെ ഇതാണ് നോർത്ത് ഇന്ത്യയിലൊരു പൊളിറ്റിക്സ്. അത് ഏത് നിലപാടെടുത്താലും എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അതിൽ വന്നൊരു മാറ്റം, ഇപ്പോൾ രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗം വന്നല്ലോ. അപ്പോൾ അതിൽ ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പം മോദി ഗവൺമെൻറ്റിൽ നിന്ന് BJP ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുന്നൊരു പാർട്ടി തന്നെയാണല്ലോ BJP. അതല്ലെങ്കിൽ പിന്നെ എന്തിനാ BJP? അതിലർത്ഥമില്ലല്ലോ. അപ്പോൾ രാജ്യത്തെ പൗരാവകാശങ്ങൾ പരിഗണിക്കുമ്പോൾ അതിലാകെ ചെയ്യേണ്ട കാര്യമുള്ളൂ, മനുഷ്യരുടെ പൗരാവകാശങ്ങളൊന്നും ഹനിക്കാതെ ഹിന്ദുവിൻ്റെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകും എന്നുറപ്പാണല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറിയാൽ മതി. ഇപ്പോൾ രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് നേരത്തെ എടുത്തൊരു നയം, ഭാവിയിൽ ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയൊക്കെ തെരഞ്ഞെടുപ്പിൽ പറയും. പക്ഷേ ഈ പുതിയ കാലത്ത് നരേന്ദ്രമോദിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. രാജസ്ഥാനിൽ നടത്തുന്ന പ്രസംഗം അലീഗറിൽ നടത്തുന്ന പ്രസംഗം തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇത് മോദിയുടെ ഇമേജിനെ എങ്ങനെ ബാധിക്കും? അദ്ദേഹത്തിന് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിലൊരു 5% കൂടുതൽ ആളുകൾ ആ പ്രദേശത്ത്, രാജസ്ഥാനിലായാലും അലീഗഡിലായാലും 5% കൂടുതൽ ആളുകളൊന്നും ഇതൊന്നും പരസ്പരം കമ്പയർ ചെയ്ത് കേൾക്കുന്നവരോ അറിയുന്നവരോ അല്ല. അവർക്ക് അവരുടെ മുമ്പിലുള്ള റിയാലിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്സിൽ അത് അവർക്ക് തീർച്ചയായിട്ടും അവരെ ബാധിക്കും. ഇപ്പോൾ രാജസ്ഥാനിലെ പൊളിറ്റിക്സ് അല്ല അലീഗഡിലെ പൊളിറ്റിക്സ്. അപ്പോൾ അതാത് പ്രദേശത്ത് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചത്, ഇപ്പോൾ ഈ പറഞ്ഞ സൂഫി സമ്മേളനം നടത്തിയത്, മുത്തലാഖ് നിരോധിച്ചത്, അങ്ങനെയുള്ള ഇഷ്യൂസ് മുസ്ലിം പോക്കറ്റുകളിൽ പറയും. അതെല്ലാ പാർട്ടികളും എല്ലാ ഭരണകൂടവും എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. പിന്നെ നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞുകൂടെയെന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ കൂടിയുള്ള പൊളിറ്റിക്സ് ആണല്ലോ BJPക്ക് ഉള്ളത്. നമ്മളാകെ എന്താ ചെയ്യേണ്ടത്? ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ, ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. ആർക്കും ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാത്ത കാര്യമൊന്നുമില്ല. ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പാർട്ടി രാജ്യത്ത് ഉണ്ടായിക്കൂടെ? അത് ഒരിക്കലും ഉത്തർപ്രദേശ്
ഇതിലെ രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, രാംപൂർ നവാബ് ഒക്കെ ഉണ്ടല്ലോ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള സ്ഥലമാണ്. ഡൽഹിയിൽ നിന്ന് ഞാൻ VP സിംഗിൻ്റെ കൂടെ ഒരിക്കൽ രാംപൂരിലേക്ക് പോയി. ഒരു ഈ എയർ കണ്ടീഷൻഡ് ഇപ്പോൾ കാണുന്ന ബസ് പോലത്തെ ഒരു ബസ്, അന്ന് രഥം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ആ രാംപൂർ നവാബിൻ്റെ വീട്ടിലായിരുന്നു അത്താഴവും കാര്യങ്ങളും ഒക്കെ. അത് കഴിഞ്ഞ് വൈകുന്നേരം അവിടെ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിച്ച ശേഷം അത് ഇക്ബാൽ, താജ്മഹൽ, ഇങ്ങനെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രസംഗമാണ്. ഈ VP സിംഗ് തന്നെ കവിതയൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് കുറേ കവിതകൾ ഉദ്ധരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇക്ബാലിൻ്റെ ഗംഭീരമായ പ്രസംഗമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ തിരിച്ച് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു. അസലായിരുന്നു പ്രസംഗം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഇനിയുള്ള പ്രസംഗങ്ങളും ഇത് തന്നെയായിരിക്കും, ഇതങ്ങനെ അഭിനന്ദിക്കാൻ നിൽക്കണ്ട, തീർച്ചയായിട്ടും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. ഓക്കെ, ഇതിലിപ്പോൾ ഇനിയിപ്പോൾ സാറ് ചോദിച്ചാൽ ഈ കേരള പൊളിറ്റിക്സിലേക്ക് വന്നാൽ, കേരള പൊളിറ്റിക്സിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സാർ എന്ന് കണ്ട അത് ഞാനത് സമസ്തയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ കുറച്ച് ബാക്ക് ഫയൽ ഉണ്ടല്ലോ അതിന്, സാറിന് അറിയാലോ, അത് അടിസ്ഥാന പ്രശ്നം മതവും രാഷ്ട്രീയവുമാണ്, സുന്നിയും രാഷ്ട്രീയവും, അതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായത് സമസ്തയിലെ പിളർപ്പ് APEK ആണ്, അത് സാറിനെ അറിയായിരിക്കും. അല്ലെങ്കിൽ ലീഗ് സുന്നിയും അരിവാൾ സുന്നിയുമായിട്ട് പിളർന്നു. എന്തായിരുന്നു കാര്യം എന്ന് വെച്ചാൽ, സുന്നികൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് നേർക്ക് നേരെ വിധേയത്വം വേണമോ വേണ്ടയോ, വേണ്ട എന്ന് കാന്തപുരം പറഞ്ഞു, വേണമെന്ന് ഇപ്പുറത്ത് ഒരു കൂട്ടരും പറഞ്ഞു. അങ്ങനെയാണ് AK ഉണ്ടായത്. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതേ ചരിത്രം ആവർത്തിക്കുകയാണ്. APയും EK ഇപ്പോൾ പ്രത്യേകിച്ച് ലീഗ് തന്നെയാണ് സമസ്തയുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സമസ്ത സമം ലീഗ് എന്നൊരു ഫോർമുലയിൽ മുന്നോട്ട് പോയ കാലത്ത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി വേറെ സമസ്ത ഉണ്ടാക്കിയതാണ് AP. ഇപ്പോൾ അവശേഷിക്കുന്ന സമസ്ത, അപ്പോൾ പോയതിന് ശേഷം ഉണ്ടായ ചില പ്രതിഭാസങ്ങളുണ്ട്. AP പോയി, ആദ്യം ഉണ്ടാക്കിയത് ഒരു പത്രമാണ്, സിറാജ് എന്ന പത്രം, ചന്ദ്രിക. അതുവരെ ഒറ്റ പത്രം ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ചന്ദ്രികയ്ക്ക് ബദലായി ആദ്യം വന്ന പത്രം സിറാജാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് വേറെ പ്രശ്നം വന്നത്. മുസ്ലിം ലീഗിൽ സുന്നിയും ഉണ്ട് മുജാഹിദും ഉണ്ട്. മുജാഹിദുകളും ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും വേണ്ടേ പത്രം, അങ്ങനെയാണ് വർത്തമാനം പത്രം ഉണ്ടായത്. പിന്നെ അവശേഷിക്കുന്ന EK വിഭാഗം എന്ന് വെച്ചാൽ ലീഗ് വിഭാഗം സുന്നി, അവർക്കും ചന്ദ്രിക പോരാ. കാരണം അവർ പറയുന്നത് ചന്ദ്രികയിലെ വരുന്ന സാധനങ്ങളൊക്കെ മുജാഹിദിൻ്റേതാണ്, ചന്ദ്രിക പത്രത്തിൻ്റെ തലപ്പത്ത് CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ളവരൊക്കെ മുജാഹിദാണ്, അതുകൊണ്ട് ഞങ്ങൾ വേറെ പത്രം. അങ്ങനെയാണ് സുപ്രഭാതം തുടങ്ങിയത്. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു സുപ്രഭാതമാണ്. സുപ്രഭാതത്തിൽ കേരള സർക്കാരിൻ്റെ പരസ്യം വന്നു, അത് കത്തിച്ചു പരസ്യമായിട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ ധരിക്കുന്നത് സമസ്തക്കകത്ത് നടക്കുന്നൊരു ഡിബേറ്റ് ഉണ്ട് സമാന്തരമായിട്ട്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡൻ്റായി വന്നതിന് ശേഷം അദ്ദേഹം വളരെ ലിബറലാണ്. അദ്ദേഹം പറഞ്ഞു, സമസ്ത സമം ലീഗ് എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, സമസ്തയിൽ ആർക്കും പ്രവർത്തിക്കാം, ആർക്കും വോട്ട് ചെയ്യാം, പക്ഷേ സുന്നികളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കും, നമ്മൾ സുന്നികളാണെന്ന കാര്യം മാത്രമേ ഒന്നിക്കുള്ളൂ. ജിഫ്രി തങ്ങളെ അനുകൂലിക്കുന്ന വിധത്തിലല്ല ഈ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞിരിക്കുന്നത്. അതെ, ജിഫ്രി തങ്ങളെ അനുകൂലിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സാർ അതിന് മുമ്പ് പറഞ്ഞ ഉമ്മർ ഫൈസി മുക്കം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ജിഫ്രി തങ്ങളുടെ ഗ്രൂപ്പും ജിഫ്രി തങ്ങൾ വിരുദ്ധ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നേർക്കുനേരെ പറഞ്ഞാൽ അതിനകത്തെ സുന്നി ഗ്രൂപ്പ് ലീഗ് ഗ്രൂപ്പ് രണ്ടാണ്. അപ്പോൾ ബഹാവുദ്ദീൻ നദ്വി കൃത്യമായിട്ട് ലീഗിൻ്റെ ഒരു പോരാളിയാണ്, ലീഗിൻ്റെ കൃത്യമായ ഒരു വാരിയറാണ്. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല അദ്ദേഹമാണ് ഇതിന് മുമ്പൊരു കാര്യം, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദവും ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ സമസ്തയിൽ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ഏതാണ് താരതമ്യേന ശക്തമായ ഗ്രൂപ്പ്? ഇപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് ഞാൻ കണ്ടൊരു പ്രതിഭാസം, സാധാരണഗതിയിൽ സുന്നികളും സമസ്തയും എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം എന്ന നിലയിൽ ഇവരൊക്കെ ലീഗിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ മലബാറിൽ കാണുന്നൊരു ട്രെൻഡ് മറിച്ചാണ്. എല്ലാ കാണുന്ന ഓരോ കോണിലും ചായക്കടയിലും സമസ്തയാണ് ശരി. അതിന് കാരണമുണ്ട് സാറേ. അപ്പുറത്ത് സമസ്തയിലെ മഹാപണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് പോയി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കാണിക്കുന്ന മാതൃക അങ്ങേയറ്റം അധാർമികമാണ്, അഴിമതി നിറഞ്ഞതാണ്. അതെ, പക്ഷെ സമസ്ത ആണ് ശരി എന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഭിന്നിപ്പുണ്ടല്ലോ, അതിൽ ഏത് വിഭാഗമാണ്
ശക്തം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭിന്നിപ്പില് ഈ മുസ്ലിം ലീഗ് വിഭാഗമാണോ അല്ല, മറ്റേ ജിഫ്രി വിഭാഗമാണ് ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്നത്. അത് അവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് KS ഹംസ പൊന്നാനിയിൽ അവതരിക്കുന്നത്. അങ്ങനെയാണ്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. ഈ ധാർമ്മിക പ്രശ്നം അദ്ദേഹമാണ് ഉയർത്തിയത്. കാരണം മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചേട്ടൻ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മരണത്തിന് പോലും കാരണമായത് കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിയാണ്. 10 കോടി രൂപ കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതി പണം ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ വെളുപ്പിച്ചെടുത്തതിൻ്റെ കേസ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ വന്നപ്പോൾ ആ ചോദ്യം ഒരു ദിവസം മുഴുവൻ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ചരിത്രത്തിൽ ആദ്യമായി, പാണക്കാട് കുടുംബം വളരെ വിശുദ്ധരാണ്, അവരുടെ ഒരു പാരമ്പര്യമുള്ളവരാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഇരുന്നു കൊടുത്തതിൻ്റെ മാനക്കേട് കൊണ്ട് മനം തകർന്നാണ് അദ്ദേഹം മരിച്ചുപോയത് എന്ന് KS ഹംസ മുസ്ലിം ലീഗിനകത്ത് ഉന്നയിച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ആ ഹംസയാണ് പോയി മത്സരിക്കുന്നത്. KS ഹംസ, മുക്കം ഉമർ ഫൈസി പരസ്യമായിട്ട് പറഞ്ഞു KS ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല, സമസ്ത ആരെയും അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്താറില്ല. പക്ഷേ സമസ്ത പറയുന്നത് സത്യസന്ധമായി സമസ്തയുടെ കാര്യങ്ങളാണ്. സാറിന് പൊന്നാനി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്, പൊന്നാനിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് കണക്ക് നോക്കിയാൽ കേവലം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. സമസ്ത വേണ്ട, ഒരു പഞ്ചായത്തിലെ സമസ്ത മതി അത് അട്ടിമറിക്കാൻ. അട്ടിമറിഞ്ഞ് കിട്ടിയാൽ സമദാനി എന്ന് പറയുന്ന ഒരു കളങ്കം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞു പോയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സമസ്തക്കാരൊന്ന് കനിഞ്ഞു കിട്ടിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അട്ടിമറിക്കാൻ കഴിയുമെന്ന് TK ഹംസ തെളിയിച്ചതാണല്ലോ. TK ഹംസ തെളിയിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും TK ഹംസ തെളിയിച്ചിട്ടുണ്ട്. കാരണം 2004 തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. അത് അതോടുകൂടിയാണല്ലോ അവർ ബേജാറായി മണ്ഡലം മാറ്റിയല്ലോ സാർ. 2004 മഞ്ചേരി അല്ല, 2009 മലപ്പുറം. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ, വലിയ അടിയൊഴുക്കുകൾ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം ആവർത്തിക്കുന്നത് പോലെയല്ല, അതിൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസത്തോടു കൂടി ആവർത്തിക്കുന്നതായിട്ടാണ് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ കാണുന്നത്. മലപ്പുറത്ത് 1,14,000 വോട്ടാണ് സമദാനിക്കുള്ളത്. അതുപോലും അട്ടിമറിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സമസ്ത വിചാരിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയത്ത് പൊന്നാനിയിൽ കേവലം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പൊന്നാനിയിൽ അത്ഭുതങ്ങൾ നടന്നാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നോക്കാം, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.